ചരിത്രപാഠം എപ്പിസോഡ് 22. കോൺസ്റ്റന്റൈൻ രാജ്യത്ത് അന്ധവിശ്വാസങ്ങൾ അവസാനിപ്പിക്കുന്നു. പലസ്തീനായുടെ ഭാഗമായ വെസ്റ്റ് ബാങ്കിൽ ഹെബ്രോൺ അടുത്ത് മാമ്രയിലെ ഓക്ക് അഥവാ അബ്രാഹത്തിൻ്റെ ഓക്കുമരം നിലനിന്നിരുന്ന സ്ഥലത്താണ് സോതോമിലേക്ക് അയക്കപ്പെട്ട 2 ദൂതന്മാരോടുകൂടെ ദൈവപുത്രൻ അബ്രാഹത്തിന് കാണപ്പെട്ട് ഇസഹാക്കിൻ്റെ ജനനത്തെപ്പറ്റി മുൻകൂട്ടി അറിയിക്കുന്നത്. ഹെബ്രോണിൽ നിന്ന് ഏതാണ്ട് 15 സ്ഥാദിയോ ദൂരത്തിലും ജെറുസലേമിൽ നിന്ന് ഏതാണ്ട് 150 സ്ഥാദിയോ ദൂരത്തുമായിട്ടായിരുന്നു ദൈവം അബ്രാഹവുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഈ സ്ഥലത്ത് ഗ്രീക്കുകാർ പല വിജാതീയ ആഘോഷങ്ങളും വിഗ്രഹാരാധനകളും തുടർന്നിരുന്നു. ഇക്കാര്യം തൻ്റെ ഭാര്യാമാതാവിൽ നിന്നും അറിഞ്ഞ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അശുദ്ധ ക്ഷാളനങ്ങളാലും ബലികളാലും ക്രൈസ്തവരുടെ ഈ വിശുദ്ധ സ്ഥലം ഇനി അശുദ്ധമാക്കാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനിച്ച് ജെറുസലേമിലെ മക്കാരിയോസ് മെത്രാനും കെസറിയായിലെ യൂസേബിയോസ് മെത്രാനും മറ്റു മെത്രാന്മാർക്കും കത്തുകളയച്ച് തൻ്റെ ദൈവിക ശാസനം അറിയിച്ചു. ഫിനീഷ്യയിലെ മെത്രാന്മാരോട് ചേർന്ന് ഈ വിഷയം സംബന്ധിച്ച് ഒരു ചർച്ച നടത്താനും അവിടെ മുൻപ് സ്ഥാപിച്ചിരുന്ന ബലിപീഠം അടിത്തറയോടുകൂടെ പൊളിച്ചു മാറ്റാനും അവിടെയുള്ള പ്രതിഷ്ഠകൾ തകർത്ത് അഗ്നിയിൽ ദഹിപ്പിക്കാനും ആ പുരാതനവും വിശുദ്ധവുമായ സ്ഥലത്തിന് ചേർന്ന വിധം ഒരു മനോഹര ദേവാലയം നിർമ്മിക്കാനും ചക്രവർത്തി കൽപ്പിച്ചു. മേലിൽ അവിടെ യാതൊരു ക്ഷാളനവും ബലിയും പാടില്ലെന്നും സഭാനിയമം അനുസരിച്ച് ദൈവാരാധനയ്ക്ക് മാത്രമുള്ള സ്ഥലം ആയിരിക്കണമെന്നും കൽപ്പന നൽകി. മുൻകാല അനുഷ്ഠാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ ആരെങ്കിലും മുതിർന്നാൽ കഠിന ശിക്ഷകൾക്ക് അവരെ വിധേയരാക്കാൻ മെത്രാന്മാർ വിവരം അറിയിക്കണം എന്നും കൂട്ടിച്ചേർത്തു. ഗവർണർമാരും വൈദിക ശ്രേഷ്ഠരും ചക്രവർത്തിയുടെ കത്തിലുള്ള ഈ ഉത്തരവ് കൃത്യമായി നടപ്പാക്കി. തൻ്റെ സാമ്രാജ്യത്തിൽ ഉടനീളമുള്ള സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലുമുള്ള അനേകം പ്രജകൾ മിഥ്യാ വിഗ്രഹങ്ങളോട് ഒരുതരം ഭയവും ബഹുമാനവും നിലനിർത്തിയിരുന്നു. തന്നിമിത്തം ക്രിസ്തീയ പ്രബോധനങ്ങളെ അക്കൂട്ടർ അവഗണിച്ചിരുന്നു. തങ്ങളുടെ പിതാക്കന്മാരുടെ പുരാതന ആചാരങ്ങളും ചട്ടങ്ങളും ഉത്സവങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. അവരുടെ അന്ധവിശ്വാസം നിറഞ്ഞ ആരാധന നിർത്തലാക്കാൻ ഗവർണർമാരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ചക്രവർത്തിക്ക് തോന്നി. തങ്ങളുടെ അമ്പലങ്ങളെയും അവയിലെ വിഗ്രഹങ്ങളെയും നിന്ദിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ സാധിക്കുമെന്ന് കോൺസ്റ്റന്റൈൻ കരുതി. ചക്രവർത്തിയുടെ കത്തുമായി കൊട്ടാരത്തിലുള്ള ക്രിസ്ത്യാനികൾ പട്ടണങ്ങൾ തോറും കയറിയിറങ്ങി. അവർക്കുണ്ടായിരുന്ന ഭയം അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ജനത്തിൻ്റെ സഹായം കൂടാതെ തന്നെ അമ്പലങ്ങളിലെ പുരോഹിതന്മാരും അവരുടെ സഹായികളും അവരുടെ അമൂല്യ നിക്ഷേപങ്ങളും വിഗ്രഹങ്ങളും പുറത്തെടുത്തു. മുൻപ് അവരുടെ വൈദികർക്കൊഴികെ മറ്റാർക്കും പ്രവേശനം ഇല്ലാതിരിക്കുകയും അറിയപ്പെടാതിരിക്കുകയും ചെയ്ത ഇടങ്ങളിലെല്ലാം താല്പര്യമുള്ളവർക്കെല്ലാം കയറാൻ അനുവാദം കിട്ടി. അമൂല്യ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളും വില കൂടിയ മറ്റ് സാധനങ്ങളും അഗ്നിയിൽ ശുദ്ധീകരിച്ച് മുതലാക്കി. ഓടുകൊണ്ടുള്ള സുന്ദര ശില്പങ്ങൾ നഗരത്തിൻ്റെ മനോഹാരിതയ്ക്ക് പ്രദർശന വസ്തുക്കൾ ആയി വച്ചു. ചക്രവർത്തി ക്രിസ്ത്യാനികളെ ബഹുമാനിക്കുന്നത് കണ്ട് ചക്രവർത്തിയെ അനുകരിക്കുന്നത് അവശ്യാവശ്യമാണെന്ന് ചിലർ കരുതി. മറ്റു ചിലർ ക്രിസ്തുമതത്തെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തി. അടയാളങ്ങൾ കൊണ്ടും ദർശനങ്ങൾ കൊണ്ടും മെത്രാന്മാരോടും ഉള്ള ചർച്ചകൾ കൊണ്ടും ക്രിസ്ത്യാനികൾ ആകുന്നതാണ് നല്ലതെന്ന നിഗമനത്തിൽ എത്തി. ഇതോടെ പല നഗരങ്ങളും പ്രദേശങ്ങളും തങ്ങളുടെ പഴയകാല വിജാതീയ അന്ധവിശ്വാസങ്ങൾ അവസാനിപ്പിച്ചു. അക്കാലത്ത് ഗാസയിലെ മയൂമ എന്ന തുറമുഖ പട്ടണത്തിൽ അന്ധവിശ്വാസങ്ങളും പുരാതന ആചാരങ്ങളും ബഹുമാനീയമായി കരുതപ്പെട്ടിരുന്നു. അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ക്രിസ്ത്യാനികളായി. അവരുടെ ഭക്തിക്ക് പ്രതിഫലമായി അവരെ ബഹുമാനിക്കാൻ കോൺസ്റ്റന്റൈൻ തീരുമാനിച്ചു. അതിനെ ഒരു നഗരമായി പ്രഖ്യാപിക്കുകയും തൻ്റെ മകളുടെ പേരായ കോൺസ്റ്റാൻസിയ എന്ന് അതിനെ വിളിക്കുകയും ചെയ്തു. ഇക്കാലത്ത് അനേകം നഗരങ്ങൾ ക്രിസ്തീയമായി. ചക്രവർത്തിയുടെ പ്രേരണ കൂടാതെ തന്നെ അവർ അമ്പലങ്ങളും വിഗ്രഹങ്ങളും നശിപ്പിച്ച് തൽസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ നിർമ്മിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിനെ ക്രിസ്തീയമാക്കാൻ ചെയ്ത കാര്യങ്ങൾ വളരെയേറെ ആണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.